പറഞ്ഞോളില്ലേ അവിടെ കുട്ടീൻ്റെ ഇതിന് കളർ ചേഞ്ച് മാറ്റി. ഇത് ക്ലോത്തിങ് പാമ്പർ. ഞാനും എങ്ങനെ എങ്ങനെയാ 6 മാസം നടന്നു. പിന്നെ പേടിയാണ്. ഇന്ന് പോയപ്പോ എന്നെ കണ്ടില്ലല്ലോ. മറ്റേ വരുമ്പോൾ പോകുമ്പോൾ കാണണേ. അപ്പൊ ചെറു പോകാത്ത ട്രെയിനിൽ ഒറ്റക്ക് പോവല്ലേ. ഞാനേ ചെമ്മീൻ ചമ്മന്തി ചമ്മന്തി അതാ ഡാം ഇതിൽ മൂടി വെച്ചിരുന്നു. ഓള് ഞങ്ങളോട് മിണ്ടുന്നില്ല. ഷാളിട്ട ഉമ്മച്ചി കുത്തനായി കുത്തിയ എങ്ങനെ ഷാളിട്ടാണ്ട് നിക്കല് ഇങ്ങനെ ഉമ്മച്ചിക്കല് ഫോട്ടോക്ക്. പിന്നെ എങ്ങനെ നിക്കല് അടുത്ത ഇത് മാറ്റി. പിന്നെയോ വേറെ ഞാൻ കാലൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ നിക്കൂലോ. എങ്ങനെ കാല് വെച്ചിട്ട് നിക്കലുമ്മി കാണിച്ചു കൊടുക്ക്. എങ്ങനെ കാണിച്ചു ഡാൻസ് മാമ ഡാൻസ് എങ്ങനെ കളിക്കല്? മട്ട ഡാൻസ് മട്ട ഡാൻസ് കാണിച്ചു കൊടുക്ക്. എങ്ങനെയാണ് ഡാൻസ്? പാട്ടിട്ടാ കളിക്കോ? കളിച്ചായിരുന്നു. പക്ഷെ ഇന്നിപ്പോ എന്തോ ഒരു പ്രത്യേക കുഞ്ഞിത്താത്ത ഷാളൊക്കെ ഇട്ടാണ്ട് അവളെന്നെ ഫോണെടുത്ത് കളിക്കും. നെറ്റോ വിളിച്ചപ്പോ ഏത് മാമ ഈ ഒരു ഏരിയയിലാണ് ഇവര് പ്രണയിച്ച് നടന്ന പ്രണയം പൂത്തലിഞ്ഞ സ്ഥലം. ഇവിടെ എന്നവിടെ ഇരിക്കോ പിന്നെ കാണാന്? പിന്നെ ഒന്നും ഇവിടെ പിന്നെ അവിടെ പിന്നെ കുട്ടി നോക്കിയപ്പോ പിന്നെ ജനലിന്റെ പാളി ഇങ്ങനെ തുറന്നേക്കും ചെറുതായിട്ട്. പിന്നെ വാതിൽ ഫുള്ളായിട്ട് അടക്കൂല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നു. പിന്നെ ഇടക്കിടക്ക് ഞാനും വരൽ തുടങ്ങി. ഇത്രയും നല്ല സുന്ദരി കുട്ടീനെ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ മുണ്ടക്കടാണ്ടല്ല കൂതറ പെണ്ണു അങ്ങനെ ഇരുന്നിരുന്നു. ഞാൻ 6 മാസം നടന്നുപോയി. അതിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. 5-6 മാസം ഞാൻ പിന്നാലെ നടന്നിട്ട് പിന്നെ വളച്ചു. പിന്നെ ഞാൻ അവിടെ പോയി. പിന്നെ അവിടെ നിന്ന് വരും. അപ്പൊ ഇവിടെ ജനല് 2ാമത്തെ ദിവസം ഞാൻ കണ്ണാട കിട്ടാൻ ഞാൻ വന്നു. ആ കണ്ണാട കണ്ടെത്തു. സത്യം പറഞ്ഞോ അന്ന് ഈ നേരൊന്നുമില്ലട്ടോ. അന്ന് ഫുള്ള് ഭയങ്കര കളറൊക്കെ അപ്പൊ പറ്റിച്ചില്ലേ? അപ്പോൾ ഇതാ നമ്മൾ പുതിയ ബേബിനൊക്കെ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ കുട്ടികളെ എടുക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ആദ്യമായിട്ട് എടുത്ത എൻ്റെ മോനെയാണ്. ഇപ്പോൾ രണ്ടാമത് ഇതാ നുസിൻ്റെ മോനെയാണ് എടുത്തിട്ടുള്ളത്. കാരണം നുസിക്ക് എന്നിനാട്ടിലും പേടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് എന്നെ അറിയുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതെന്നൊക്കെ. അപ്പോൾ എന്താ ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ചെറിയ ഗിഫ്റ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പേടി, പക്ഷെ സ്വന്തം ഉമ്മാക്ക് കുട്ടികളെ എടുക്കാൻ പേടിയാണ്. അപ്പോൾ ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു. എനിക്ക് ഭയങ്കര പേടി. ഞാൻ ആദ്യം കുട്ടീനെ എൻ്റെ കുട്ടീനെയാണ്. പിന്നെ എനിക്ക് പേടിയാണ്. കഴിയൂലെന്ന് പറഞ്ഞോണ്ട് ഞാനൊന്ന് എടുത്തു നോക്കി. കൈ പോയണ്ട. അതിനിവിടെ വന്നപ്പോ ഇവരെ നാട്ടിലത്തെ ഫുഡ് ഒക്കെ അല്ല. ഈച്ച ചാടി ചായയൊക്കെ കിട്ടി. ഷൊർണൂര് സുഖല്ല കേട്ടോ ഹോട്ടലിൽ. വെരി കേട്ടോ അരീക്കോടാ. അല്ലേ ഞങ്ങൾ പോവാണ്. ഇനി നിങ്ങൾ കുറച്ചു നേരം വരെ സൊല്ലിക്കോളൂ. ഞങ്ങൾ സുബൈക്ക് എന്നാണ് ഓല് സൊല്ലിട്ട്. അപ്പൊ പോയി
നുസി അസ്സലാമലൈക്കും. അപ്പം ഇനി അങ്ങോട്ടുള്ള വഴിയും മറക്കണ്ട. അങ്ങോട്ട് കുഞ്ഞു ബേബി കുറച്ചായിട്ട് വരിക. എന്തായാലും വിളിക്കാം. പിന്നെ അതല്ല അല്ല നുസിയെ, ഞങ്ങളവിടെ നല്ല ഫുഡൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉള്ള അത്ര ഇതൊന്നും ഇല്ല കേട്ടോ. ആ നല്ല ഫുഡൊക്കെ അടിച്ചു പോരാ. കാരണം ഇവിടുത്തെ ഫുഡില് അല്ല നിങ്ങളെ നാടിനെ കുറ്റം പറയല്ല, ഒരു ഹോട്ടലിൽ മാത്രം. ആ 90 വേണോ അത് പറഞ്ഞാളെ പറഞ്ഞു. ഈ ഷുട്ടിനൊന്ന് വിളിച്ചാ നാട്ടിക്ക് വരി വിളിക്കണം. വരുമ്പോ എന്താ അറിയോ, നല്ല നൈസ് പത്തിരിയും ചിക്കനും ബീഫ്. ആ ഫുഡ് എന്തായാലും വിളിക്കണം. വിളിക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ സാധനം ഉണ്ടാക്കാം. ഷുട്ടി ഞങ്ങൾ പോട്ടെ. താത്തക്ക് ഉമ്മരോ ടിഷ്യും കൊണ്ട് തുടക്കണ്ടേ? കൊണ്ടുപോവാണേ ഷുട്ടി പോവാ ഉമ്മച്ചി. അപ്പൊ ഇണ്ണിയുണ്ടേ വേണ്ട അമ്മച്ചിന് വേണ്ട. അപ്പൊ ഇണ്ണിയോ? അപ്പൊ യാത്ര പറഞ്ഞ് രണ്ടാളും ഇറങ്ങി. ഈ ഷുട്ടി ഇപ്പൊ അവരെ കൂടെ പോവാണ്. കേരളത്തിലെ പ്രശസ്ത 2 യൂട്യൂബേഴ്സ്. ബൈ ബൈ. ഫോൺ എടുത്തിട്ടില്ല. ഫോൺ നിങ്ങളെ ഫോണല്ലേ? അവൾക്കൊക്കെ അറിയാം ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ പോവാട്ടോ. എന്നാ ശരി കേട്ടോ, പിന്നെ കാണാം. പോയില്ല നിങ്ങളെന്നെ വിളിക്കണ്ട്. പോയില്ല നിങ്ങളെന്നെ വിളിക്കണ്ട്. ഇല്ല അങ്ങനെ പോകുന്നു. പിന്നെ ഇൻട്രോ ഞാനൊന്ന് എടുത്താലോ? നമ്മളിതാ 1 മണിക്കൂർ ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ചായയും പരിപ്പോടിയൊക്കെ കഴിക്കുന്നുണ്ട് മസ്നൂല. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതെന്ന്. അപ്പോൾ ഇതാ ഉമ്മ നോക്കുകയാണ്. ഉമ്മക്ക് എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വേറെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് എന്തൊരു സാധനം നമ്മൾ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു സന്തോഷമുള്ളൊരു സംഭവമല്ലേ. അപ്പം ഞാനെന്താ കുറേ ഗിഫ്റ്റൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും നുസിക്കും കുഞ്ഞാപ്പൂനൊക്കെ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നത്. എന്തായാലും അത്യാവശ്യമുള്ള കുറച്ച് സംഭവമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഡയപ്പർ, നമ്മൾ ക്ലോത്തിങ് ഡയപ്പറാണ്. ഞാനിത് ഹസ്മോന് ഒക്കെ ഞാനിതാണ്ട് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇത്. കാരണം നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോഴും കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ നല്ല ഇതിലുള്ള കംഫർട്ടുള്ളൊരു ഇതാണ് ക്ലോത്തിങ് പാമ്പേഴ്സ്. നമുക്ക് ആ ഒരു അതിലുണ്ടായിരുന്ന ആ ഒരു ഇത് മാറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ കുട്ടിക്കും അതന്നെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ 2 ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതാ ഓരോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാക്ക് വരാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മാക്ക് വരാൻ താല്പര്യമുണ്ട്. പക്ഷെ രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നതും പിന്നെ ഹസ്ബൻഡിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇൻഷാല്ല പിന്നെ ഒരു ദിവസം ഉമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഉമ്മക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ അവിടെ എത്തിനെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം അല്ലേ. പാലും കുപ്പീനും പോലെ അങ്ങനെ ഈമ്പി കുടിക്കാൻ പറ്റേ എങ്ങനെയുണ്ട്? ഒത്തടിച്ചും പോലെ രസമുണ്ടോ? ഇത് ബ്രഷ്, ചീപ്പ്, കട്ടർ, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം, ചീപ്പ്, നൈൽ കട്ടർ, അതുപോലെ തന്നെ എല്ലാം സർപ്രൈസ് ആയിട്ട് വാങ്ങിയ. അല്ല അത് നമ്മൾ കൊണ്ടുപോകല്ലോ, വേറെ വാങ്ങിട്ട്. അല്ലല്ല ഇത് സെറ്റ്, ഇതൊരു സെറ്റാണ്. പിന്നെ 2 ഇത് വാങ്ങിച്ചു. എല്ലാം ഉള്ള ഒരു സെറ്റ്, ബേബി സെറ്റ് എല്ലാം ഉണ്ട്. ടവൽ കയ്യിലുണ്ട്, 2 ഷെഡ് ഉണ്ട്, കുപ്പായുണ്ട്, പിന്നെന്താ കാലിനിടണുണ്ട്, എല്ലാം ഉണ്ട്. അത് കുപ്പായമ്മ രസമല്ലേ, സംഭവം രസമല്ലേ. ഞാൻ ഒന്നുകൂടി വാങ്ങി. ഇത് എത്തണേ. ഇത് വേറെ സെറ്റ്, പാമ്പേഴ്സും സോപ്പ്, ഹബ്ബ് എന്ന ബ്രാൻഡ് കമ്പനീൻ്റെ. ഇതിലും കുപ്പായും എല്ലാം ഉണ്ട്. പിന്നെ ഒരു പാമ്പേഴ്സ് ഉണ്ട്, ഒരു സോപ്പ്. അല്ല ചെറിയ കുട്ടിയല്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ 2 ഇത് വാങ്ങിച്ചിട്ടുണ്ട്. 2 രസമുണ്ടമ്മ. 2 ലൈറ്റ് കളർ, ചെറിയ കുട്ടിയല്ലേ. അപ്പം ഞാൻ ലൈറ്റ് 2 ബോക്സും പിന്നെ അതാ നമ്മൾ ഒരു നൈൽ കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോംബോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതാ 2 വാങ്ങിച്ചിട്ടുണ്ട്. അതിനല്ലമ്മ
പിന്നെ ഒരു നമ്മളെ ഫ്രൂട്ടൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതാ വേറൊരു ഷൂവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നുസിനിക്കും കുഞ്ഞാപ്പൂൻ്റെ മോനും വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനൊരു പർച്ചേസിങ് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഉമ്മാക്ക് ഇവിടെ വന്നതിന് ശേഷം കാണിച്ചു കൊടുക്കുകയാണ്. ഒക്കെ അടിപൊളിയല്ലേ അമ്മ? സംഭവം അടിപൊളിയല്ലേ? രസമായില്ലേ ഈ കുപ്പ ഇതൊക്കെ ലൈറ്റ് കളറ്? അതൊക്കെ ഇനി ഒരു പെട്ടിയിലാക്കില്ല. അല്ല അതിങ്ങനെ ഒക്കെ ഓരോ പെട്ടിയിൽ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ പോവാച്ച് എന്താ ഇന്നൊരു 9:00 വിളിക്കുന്നുണ്ട്. ഇനി ഒരു 10 മണിക്ക് ഇന്ന് പോയപ്പോ എന്നെ കണ്ടില്ലല്ലോ. മറ്റു വരുമ്പോൾ പോകുമ്പോൾ കാണണേ. അപ്പൊ പോകാത്ത ട്രെയിനിൽ ഒറ്റക്ക് പോവല്ലേ. ഞാനേ നിങ്ങളെ ഒന്ന് പാളി നോക്കി. അപ്പൊ നിങ്ങൾ ഉറങ്ങാന്ന്. അപ്പൊ ഇപ്പൊ നിസ്കരിക്കണ്ടേ. അപ്പൊ ഇപ്പ പിന്നെ ലൈറ്റ് അടിക്കണം എന്നൊക്കെ ലൈറ്റ് ഓഫ് ആക്കണൊക്കെ ചാളി പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ബാങ്ക് കൊടുക്കലും ഇപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാൻ പോയി. അപ്പൊ ഞാനത് വിളിച്ചു. ഏതായാലും ട്രെയിനൊക്കെ നല്ല രീതിയിലെത്തി വേഗം പോയി പോന്നു. ഇപ്പൊ നമ്മളിതാ അല്ല ഞാന് പക്ഷെ നിങ്ങളെ ചോദിച്ചിട്ടോ, നിങ്ങളെ കൊണ്ടുവരാറുണ്ട് നുസിയും കുഞ്ഞാപ്പും ഉമ്മയൊക്കെ. പക്ഷെ 90 ആയിട്ട് വരണ്ടേ പറയണേ ക്ഷണിച്ചാണ്. അസൂനെന്തേ പാടേ? എന്താ കൊണ്ടുപോയത്? ചോറാ? ഇടങ്ങാറാക്കി നിങ്ങൾ. അങ്ങനെയല്ല പോകാൻ പറഞ്ഞു. നാളെ പോവും ചെലപ്പോ. ഞാൻ വിചാരിച്ചു എന്തിപ്പോ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ വിളിക്കുക. ഞാൻ റൈക്കാക്ക് വിളിച്ചു. ഞാൻ ഇക്ക അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാരിച്ചെന്ന്. അപ്പൊ നിങ്ങളെ വിളിയണ്ടപ്പ പേടി. അല്ല ഞങ്ങൾക്ക് എയറിന്റെ ട്രെയിനാണ് കിട്ടിയത്. എയറിന്റെ ട്രെയിനായിട്ട് ഒരു 9:30 എത്തിയാണ്. അട്ടെത്തി. നിങ്ങളെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും അവിടുന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളേ കോഴിക്കോട് കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ കോഴിക്കോട് എത്തിയപ്പോ വീട്ടിലെത്തിയിട്ട് ഉമ്മാന്റെ ഭക്ഷണം ഉമ്മാന്റെ സ്പെഷ്യൽ എന്താണല്ലേ? അത് മതി. ചിക്കൻ കറി. ഒത്തിരി ചോറൊന്നും വേണ്ടമ്മ. കുറച്ചതി ഇത്ര ചോറോ? ഉമ്മാന്റെ തക്കാളി താളിപ്പ് മൈ ഫേവറേറ്റ്. ചെമ്മീൻ ചമ്മന്തി തമ്മീലെ കോഴിക്കറി ഉണ്ടായിരുന്നു ഉമ്മാക്ക്. ചെമ്മീൻ ചമ്മന്തി അതിമ്മ. ചെമ്മീൻ ചമ്മന്തി ഇതാവട്ടെ. വൈതലിപ്പേര് അത് കൊണ്ടിരിക്കണം. അപ്പൊ ആരാ കൂട്ടം ഞാൻ ഒന്നും കഴിച്ചില്ല. ആ പൊറാട്ടമ്മ. പിന്നെ ഓരോ ഫുഡിന് ഞാൻ നിന്നില്ല. മതി ഞങ്ങൾ പോവാൻ വേഗം ഇറങ്ങിയത്. പിന്നെ കാലിക്കറ്റ് എത്തിയപ്പോ ഭയങ്കര ക്ഷീണമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല. എവിടെ ചമ്മന്തി ഇടമ്മ? ചമ്മന്തി അതാ ഇതിൽ മൂടി വെച്ചിരുന്നു. സ്പൂൺ ഇട്ടോ. അപ്പൊ അമ്മാന്റെ സ്പെഷ്യൽ കഴിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ ഇഷ്ടാണ്. ചെമ്മീൻ ചമ്മന്തി, ഉമ്മാന്റെ താളിപ്പ്, വഴുതനങ്ങ ഉപ്പേരി. ഉഷാർ. അതിപ്പോ വേണ്ടമ്മ, അത് വേണ്ട. അത് അമ്മാന്റെ നാടൻ കഴിക്കാൻ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. 5 മണിയായപ്പോൾ വീട്ടിലെത്തിട്ടോ. നമ്മൾ 3:30 അവിടെ ഇറങ്ങി.